ചോറിനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നത് ദാൽ കറിയാണ്, പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടെ കേട്ടോ, ബസുമതി റൈസോ അല്ലെങ്കിൽ പൊന്നിയരിയോ നമ്മുടെ ജീരകശാല അരി അതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഈ ദാൽ നമ്മൾ മസൂർ ദാലാണ്, അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇത് പാനിലാണോ അതിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം അത് മാറ്റിയതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാള വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റുക, തക്കാളി ഇട്ട് വഴറ്റുക. തക്കാളിയൊക്കെ വെന്ത് പുളിങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ആദ്യം ഞാനൊരു ഐസ്ക്രീമിൻ്റെ സ്പൂൺ 3/4 സ്പൂണാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റുക. അത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച് ദാൽ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഒന്ന് വേവിച്ച ശേഷം എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് ഒന്നുകൂടി ടേസ്റ്റ് നോക്കാം. ഞാനതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നത്, എനിക്കതിൽ കുറച്ച് മധുരമായിട്ട് നല്ല ഇഷ്ടം. ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ടേസ്റ്റാണ്, അപ്പോൾ ഒരു മധുരം കൂടി ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കസൂരി മേത്തി. ഒരു നുള്ളു കസൂരി മേത്തി എടുത്തിട്ട് കയ്യിലിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ മുരുമുരുങ്ങനെ അല്ലെങ്കിൽ ഓവനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് ഈ കറിയുടെ മുകളിൽ ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫ്രഷ് മല്ലിയില ഇടുക. എന്നിട്ട് ഒന്നുകൂടി ടേസ്റ്റ് നോക്കാം. ഞാൻ കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാം. നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജീരകപ്പൊടി ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. നല്ല കറിയാണ്, ട്രൈ നോക്കൂ കേട്ടോ.